ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടനും കൂടെ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും, മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് മോന് സ്കൂളുള്ളൊരു ദിവസമാണ്. അപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയായിരുന്നു. എഴുന്നേക്കാൻ മടിയായിട്ട് ഞാൻ മാറി കിടക്കുകയാണ്. പേര് നല്ല ഉറക്കത്തിലാണ്. എഴുന്നേറ്റല്ലേ പറ്റൂ. ഞാൻ പിന്നെ രണ്ടും കളിപ്പിച്ചങ്ങ് എഴുന്നേറ്റ് കിടന്നപ്പോഴത്തേക്ക് അടുത്ത് നമ്മുടെ ബബ്ലു ഇരിപ്പുണ്ടായിരുന്നു. ബബ്ലു ഉറക്കമായിരുന്നു. ഞാൻ എഴുന്നേക്കുന്ന കണ്ട ആളും എഴുന്നേറ്റ് അങ്ങ് വേഗം എഴുന്നേറ്റ് കഴിഞ്ഞ് മടിയിൽ ഞാൻ എടുത്ത് വെച്ച് 2-3 ഉമ്മയെല്ലാം കൊടുത്ത് ഒന്ന് പുന്നാരിപ്പിച്ച് 2 പുന്നാര വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അതെല്ലാം കേട്ട ആൾ മടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് ഞാൻ പോയി നേരെ പല്ലെല്ലാം തേച്ച് മുഖമെല്ലാം കഴുകി അടുക്കളയിലോട്ട് ചെന്നു. അടുക്കളയിൽ ചെന്ന് ജനലും വാതിലും ഒക്കെ അങ്ങ് തുറന്നു. എനിക്കാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ഇരുട്ടടഞ്ഞ് കിടക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് എഴുന്നേറ്റ് വാക്കനെ ജനലെല്ലാം അങ്ങ് തുറക്കണം. എല്ലാ ജനലും എല്ലാം തുറന്ന് വാതിൽ തുറക്കാൻ നേരത്താണെങ്കിൽ ഇതാ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. സിറ്റൗട്ടൊക്കെ ആകെപ്പാടെ നനഞ്ഞ് കിടക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. സമയമില്ലല്ലോ, കുഞ്ഞിന് സ്കൂളിൽ വിടണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച് പുട്ടും കിഴങ്ങറിയും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ പുട്ടിനോണ്ട് മാവ് നനച്ചു. എനിക്ക് പുട്ടിന് മാവ് നനയ്ക്കാൻ അറിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ് സാധാരണ നനയ്ക്കാറുള്ളത്. കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ജാറിനകത്തിട്ടൊന്ന് കറക്കിയെടുക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. എല്ലാവരും ഇങ്ങനെയാണോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ പുട്ടിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവിടെ വെച്ച് വേവിക്കാനൊക്കെ വെച്ചതിന് ശേഷം ഞാൻ കുഞ്ഞിനെ വിളിച്ച് ഉണർത്താമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതാ ആളതേ ബബുലുമായിട്ട് നല്ല ഉറക്കം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉടുപ്പിൻ്റെ ഇടയിൽ കയറ്റി വെച്ചുകൊണ്ടാണ് അവൻ കിടന്ന് ഉറങ്ങുന്നത്. ബബുലു ആണെങ്കിൽ ഇറങ്ങുന്ന പോലും ഇല്ലായിരുന്നു. ബബുലുവിനെ വിളിച്ച് ഞാൻ കുഴഞ്ഞു. ലാസ്റ്റ് ഞാൻ ബബുലുവിനെ അവൻ്റെ ഉടുപ്പിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചിറക്കുമായിരുന്നു. അങ്ങനെ വലിച്ചിറക്കി അവനെ കൊണ്ട് ബാത്റൂമിൽ നിർത്തി പല്ല് തേപ്പിച്ച് കുളിപ്പിച്ചെല്ലാം അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് സ്കൂളിലോട്ട് വിട്ട്. അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം സമയമില്ലായിരുന്നു. അതൊന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. അവനെ വേഗം ഞാനിവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി പല്ല് തേപ്പിച്ച് കുളിച്ച് ഫുഡെല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു നേരമായി. ഭാഗ്യത്തിനാണ് ഒരു 5 മിനിറ്റും കൂടെ ഉള്ളായിരുന്നു, ഓട്ടോ വിട്ടങ്ങ് പോയേനെ. പിന്നെ അവനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. വീടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു പൂരപ്പറമ്പ് പോലെയുണ്ട്, ഉത്സവം കഴിഞ്ഞ പറമ്പ് പോലെയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇളയ ആളെ കൊണ്ടുപോയി തൊട്ടിയിൽ കിടത്തിയിരിക്കുകയാണ്. ആൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരു വഹയും നടക്കില്ല. ആൾ കൈ കയറി എഴുതാൻ ഭയങ്കര പാടാണ്. ഒന്നും ചെയ്യിക്കില്ല, കൈ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ആൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ച്. പിന്നെ അവനുള്ള ഫുഡ് മാത്രമേ ഞാൻ പുട്ട് ഉണ്ടാക്കിയുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള പുട്ടും എല്ലാം ചുട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പാത്രം എല്ലാം കഴുകി വെച്ചപ്പോഴത്തേക്ക് ഇതേ നല്ല തകർപ്പ മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. നല്ല മഴയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ബബുലു വന്നിട്ട് എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അവൾക്ക് കൊണ്ടുപോയി ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ മോളെ ഒന്ന് ഇടയ്ക്ക് വന്ന് നോക്കി, ആൾ എഴുന്നേറ്റായില്ലേന്ന് അറിയണമല്ലോ. നോക്കിയപ്പോഴത്തേക്കും ഇല്ല, നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ പിന്നെ വന്ന് അരിക്ക് വെള്ളവും ഇട്ട്, ഞാൻ അരിയും വെള്ളവും അരിയും കൂടെ ഒരുമിച്ചാണ് ഇടാറുള്ളത്. ഞാൻ ഇങ്ങനെയാണ് ചോറ് വെക്കുന്നത്. ഗ്യാസിൽ തന്നെയാണ് എല്ലാം വെക്കാറുള്ളത്. അങ്ങനെ ചായയും തിളപ്പിച്ച് ഞാൻ പുട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പുട്ടും ചായയുമായിട്ട് വന്നിട്ട് പുട്ട് കഴിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് പഞ്ചസാരയും പശു നെയ്യും കൂടെ ഇട്ട് മിക്സ് ചെയ്താണ് ഞാൻ സാധാരണ പുട്ട് കഴിക്കുന്നത്. എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം, കറിയുമായിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതാ നമ്മുടെ ബബ്ലു ഇവിടെ ഇരിപ്പുണ്ട്. ബബ്ലു എൻ്റെ കൂടെ തന്നെയാണ്. ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരും, എവിടെ പോയാലും എൻ്റെ കൂടെ വരും. എൻ്റെ കൂടെ നടക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റ് വിളിക്കുക, ഉമ്മ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു. കഥകിരുന്നിട്ട് അടിക്കും. അപ്പം ഉമ്മ എന്ന് പറഞ്ഞു വാ മുച്ചിൻ്റെ മോള് വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് ആൾ പതിയെ അവിടെ നിന്ന് നടന്ന് വന്ന്. അങ്ങനെ പിന്നെ ജിനുവിനെ കണ്ടപ്പോഴത്തേക്ക് ജിനുവിൻ്റെ പിടിക്കാനായിട്ട് അങ്ങോട്ട് നടന്നു പോയി. അങ്ങനെ പിന്നെ ഞാനെടുത്ത് മടി വെച്ച് കുറച്ച് പുനരിപ്പിക്കുകയൊക്കെ ചെയ്ത് പാട്ടെല്ലാം പാടി കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് മഞ്ചാടി വേണമെന്ന് പറഞ്ഞ് ഫോണിലോട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തടിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവളെടുത്ത് ഞാനൊരു ഉമ്മ വെച്ചപ്പോഴത്തേക്ക് അവൾ എൻ്റെ 2 അടി എൻ്റെ മോന്തക്കിട്ട് ടപ്പേന്ന് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഫുഡെല്ലാം കൊടുക്കുന്നത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവൾക്ക് മഞ്ചാടി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തത്. അല്ലെങ്കിൽ അവൾ ഫുഡൊന്നും കഴിക്കത്തില്ല.
ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ആൾ എൻ്റെ കൂടെ വന്നു. പിന്നെ ഒരുപാട് ജോലി ബാക്കി കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ച്. തുണി മടക്കാനുണ്ടായിരുന്നു, പിന്നെ അകമൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉള്ള തുണിയൊക്കെ മടക്കി വെച്ച്. തുണി മടക്കുന്നതും പാത്രം കഴുകുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. എനിക്കാണെങ്കിൽ ഇത് രണ്ടും ഇഷ്ടമല്ല, പക്ഷേ ഇത് രണ്ടും ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ തന്നെ ചെയ്യും, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്. അങ്ങനെ തുണിയെല്ലാം മടക്കി വെച്ചതിന് ശേഷം കഴുകിയ തുണി വിരിക്കാനായിട്ട് കഴുകി കിടന്ന തുണി എടുത്ത് ഞാൻ ബക്കറ്റിലിട്ട് ഇങ്ങനെ വിരിക്കാനായിട്ട് ഇടമൊന്നുമില്ല, കാരണം നല്ല മഴയാണ് ഇവിടെയൊക്കെ. മഴ കൊണ്ട് എവിടെ വിരിക്കുമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ആളിവിടെ നിൽപ്പുണ്ട്. ആളിവിടെ നിന്ന് കുരുത്തക്കേട് ഒപ്പിക്കുവാണ്. ഇവിടെ ചിന്നുവിൻ്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഇവൾ ഈ കുഞ്ഞുങ്ങളെ വന്ന് വിളിച്ച് പീച്ചലാണ് ഇവളുടെ പരിപാടി. ഇവിടെ ഞാൻ അവിടുന്ന് മാറ്റി ഇവിടെ അവിടെ നിൽക്കും. ഇത് തന്നെയാണ് 2 പ്രാവശ്യം ഇതേപോലെ എൻ്റെ കണ്ണ് തെറ്റിയിട്ട് ആ 2 പൂച്ചക്കുഞ്ഞിനെ പിടിച്ച് ഇവിടെ അമുക്കി. അങ്ങനെ പിന്നെ ഞാൻ കഴുകിയ തുണിയൊക്കെ എടുത്ത് ബക്കറ്റിലാക്കി. അടുത്ത കഴുകാനുള്ള സെക്ഷനൊക്കെ ഞാൻ അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇട്ട് കഴിഞ്ഞ് മഴ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നരാടെ ഇപ്പോൾ അലക്കത്തുള്ളൂ, അല്ലാതെ ഇടാനായിട്ട് സ്ഥലമൊന്നുമില്ല. അകത്ത് തന്നെ ഇടണം, പുറത്തൊന്നും ഇടാൻ പറ്റത്തില്ല മഴ ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ കഴുകാനുള്ള എല്ലാം വാരി അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ പുറത്ത് പോയി. മഴ കുറഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയി. അവിടെ ആ സിറ്റൗട്ടിൻ്റെ അവിടെ എല്ലാം തുടച്ചെല്ലാം വൃത്തിയാക്കിയ ശേഷം ഞാൻ ഇക്കയുടെ മുണ്ടും കനം കുറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി ഇട്ട്. കാറ്റടിച്ച് കുറച്ച് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി വിരിച്ചിട്ടു. അങ്ങനെയെങ്കിലും ഉണങ്ങട്ടെ, കുറച്ചൊക്കെ ഉണങ്ങി കിട്ടും, പിന്നെ അകത്തൊക്കെ ഇടാമല്ലോ എന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ കുറേയൊക്കെ ഇക്കയുടെ മുണ്ടും കനം കുറഞ്ഞതെല്ലാം അവിടെ വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളെ പെട്ടെന്ന് കാണുന്നില്ല. നോക്കിയപ്പോൾ അതാ ഇവിടെ പൂച്ചക്കുഞ്ഞിൻ്റെ അടുത്ത്. ഞാൻ അവിടെ നിന്ന് ഓടി വരിക, പൂച്ചക്കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. കണ്ണ് തെറ്റിയ അവളതിനെ പിടിച്ചമുക്കും. കൈയിട്ട് ഇളക്കുക അതിനെ പിടിക്കാനായിട്ട്. എൻ്റെ കൊങ്ങൊക്കെ എന്നെ പിടിച്ച് നിൽക്കത്തുള്ളൂ. നല്ല രസമാണ് കാണാനായിട്ട് 3 പേരും കൂടെ കളിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം പൂച്ചക്കുഞ്ഞിൻ്റെ അടുത്ത് മാറി നിന്ന് അവളുമായിട്ട്. അത് കഴിഞ്ഞ് വന്ന് അടുപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. ചോറ് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് അടച്ച് വെച്ച്. ഞാനിങ്ങനെയാണ് ചോറ് വെക്കുന്നത്. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അടപ്പിട്ട് അടച്ച് ഒരു പാത്രമായിട്ട് മൂടി വെക്കും. കുറേ നേരം അങ്ങനെ ഇരുന്നോളും. അങ്ങനെ ഇരുന്ന് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ വന്ന് നോക്കി വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അകമൊക്കെ തൂത്ത് വാരി എല്ലാം ഒതുക്കി വന്നിരുന്നപ്പോഴത്തേക്ക് അവൾ രണ്ടാമത്തെ ഉറക്കത്തിന് മോള് കരച്ചിൽ തുടങ്ങിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കളിച്ച് തിരിച്ചൊക്കെ നിന്നിട്ട് തൂത്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവളെ കുളിപ്പിച്ച് കൊണ്ടുപോയി ഉറക്കി. അതൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല, ആൾ നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ അവളെ കൊണ്ടുപോയി ഉറക്കിയിട്ട് ഞാൻ ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക് കയറി. ഉച്ചക്ക് പിന്നെ കറിക്ക് മീനൊന്നും ഇല്ലായിരുന്നു. ഇന്നലത്തെ ഇച്ചിരി കറി ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വല്ല മീനിക്ക കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. കൊണ്ടുവരുവാണെങ്കിൽ വൈകുന്നേരം കറി വെക്കും. അങ്ങനെ പിന്നെ ഉണ്ടായിരുന്ന പയറും എടുത്ത് തോരൻ വെച്ചതിന് ശേഷം അവൾ നല്ല ഉറക്കമാണ്. അവളെ ഉറങ്ങുന്ന നേരത്തിനാണെങ്കിൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ പോയി കുളിച്ച് റെഡിയായി. പിന്നെ കുളിച്ച് കഴിഞ്ഞ ശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് ഇനി ഇച്ചിരി ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു. അത്രേ ഉള്ളൂ. വീട്ടിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ തന്നെ കോലം. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കൈകൊണ്ടാണ് കഴുകുന്ന യൂണിഫോമൊക്കെ. അതൊക്കെ ഒന്ന് ട്രൈ ആക്കി എടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ ഇടാനായിട്ടാണെങ്കിൽ ഒരു സ്ഥലമില്ല. ഉള്ള ജനലും വാതിലും കതവും ഒക്കെ ഫുള്ളാണ്. എവിടെ ഇടുമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലായിടവും തുണി വിരിച്ചിട്ടിരിക്കുകയാണ്, എവിടെ ഇടാനായിട്ട് സ്ഥലമില്ല. ലാസ്റ്റ് ഞാൻ പിന്നെ എന്തെടുത്തു, കസാരയിലും മിഷ്യൻ്റെ പുറത്തൊക്കെ തന്നെ ആയിട്ട് അങ്ങ് വിരിച്ചിട്ട്. കാരണം കൊച്ചിൻ്റെ യൂണിഫോം ഉണങ്ങണ്ടേന്ന് വിചാരിച്ച് അവിടെ ഇട്ടു. അങ്ങനെ യൂണിഫോമൊക്കെ വിരിച്ചതിന് ശേഷം ഞാൻ വെച്ച് ഫുഡ് കഴിക്കുക. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലത്തെ മീൻ കറിയും പയറുതോരനും പിന്നെ അടമാങ്ങ അച്ചാറുമായിരുന്നു. അടമാങ്ങ അച്ചാർ ഞാൻ ഇട്ടതാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. മുന്നേ ഇട്ടതാണ്, ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ പോയി ഇച്ചിരി നേരം കിടന്നു. കുഞ്ഞ് എഴുന്നേൽക്കാൻ മുന്നേ ഇച്ചിരി നേരം കിടക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കിടക്കാൻ കയറിയപ്പോൾ അതാ ബബുലു അടുത്ത് വന്നു. പിന്നെ അതായത് ഇച്ചിരി നേരം ഫോണെല്ലാം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം പോയി. കുഞ്ഞ് എഴുന്നേറ്റ്, മോൻ വന്ന്, പിന്നെ അവനെ മേല് കഴിച്ച് ഫുഡെല്ലാം കൊടുത്ത് പിന്നെ അവനെ ട്യൂഷന് കൊണ്ടാക്കാനായിട്ട് പോയി. പിന്നെ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അവന് ട്യൂഷനാക്കാൻ പോകും. അപ്പോൾ 2 പേരും കൂടെ കയ്യെ പിടിച്ചൊക്കെ നടക്കുവാണ്. ഇച്ചിരി നേരമെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളെ വിട്ടു കൊടുത്തതാണ്. അപ്പോൾ അവൾ ഇച്ചിരിയേ നടന്നുള്ളൂ. പിന്നെ ഉമ്മ എടുക്കാമെന്ന് പറഞ്ഞ് വന്ന്. അങ്ങനെ 2 പേരെയും കൂടെ കൊണ്ട് ട്യൂഷനാക്കിയപ്പോൾ അവിടെ ആൾ പോയി നോക്കി നിൽക്കുവാണേ.
ഇവരെ ട്യൂഷനാക്കിക്കൊണ്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് കറിയൊന്നും വെച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ വാപ്പി മീൻ തന്നായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് മീനും വാങ്ങിച്ചുകൊണ്ട് വാപ്പി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കി തന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് അതാ കറണ്ടും ഇല്ല, വെട്ടവും ഇല്ല, മഴയൊക്കെ ആയിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ അതിനകത്ത് കറണ്ട് പോയി, കുറേ നേരമായി കറണ്ട് പോയിട്ട്. ഞാൻ പിന്നെ ഇവിടെ വന്ന് ഇക്കായും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് മീനെല്ലാം വെട്ടി കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാൽ കറണ്ടൊക്കെ വന്നത്. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഞാൻ വന്ന് ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും. ഇക്കയ്ക്ക് ഒരു മാങ്ങ കിട്ടി. ഇക്ക അത് കഴിക്കാനായിട്ട് മാങ്ങ ഉപ്പിട്ട് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതാ മോള് നോക്കി നിൽപ്പുണ്ട്, അവൾക്കും കൊടുത്ത്, അവൾക്കും ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ടൊക്കെ വന്നു. മുബാമോനും വന്ന് ട്യൂഷനും കഴിഞ്ഞ് പിന്നെ അവൻ്റെ പഠിത്തത്തിലോട്ട് അവൻ കയറി. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതാ കുരിപ്പ് ഇവിടെ വന്നു കഴിഞ്ഞ് ബഹളം വെക്കുമോ, വഴക്കിന് വിളിക്കുമോ, ഡാ വാടാ, ഡാ വാടാ, ഡാ വാടാന്ന് പറഞ്ഞ് വഴക്കിന് വിളിക്കുമോ. ഭയങ്കര വഴക്കാളിയാണ് ഇവള്. വഴക്കാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കാളിയാണ്. അവനെ ഒരു സ്ഥലത്ത് ഇരുത്തത്തില്ല. അങ്ങനെ അവൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവന് ഫുഡ് കൊടുക്കാനായിട്ട് വിളിച്ച്. ഇളയാൾക്ക് ഫുഡ് കൊടുത്ത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. അവൾക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ടാസ്ക്. ഫുഡ് കൊടുക്കുന്നത് തന്നെ ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ അവനുമായിട്ട് കളിച്ച് നടക്കുമോ. ലാസ്റ്റ് കളിച്ച് കരഞ്ഞിട്ടേ ഇന്ന് ഉറങ്ങത്തുള്ളൂ. അങ്ങനെയാണ് സാധാരണ എല്ലാ ദിവസവും. പിന്നെ ഞാൻ വിചാരിച്ച് ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് ഞാനും അങ്ങ് മാറി കിടക്കാമെന്ന്. ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണ് നമ്മൾ വൈകുന്നേരം, 2 നേരം 2 ഫുഡൊന്നും അല്ല. പിന്നെ അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതാ എല്ലാവരും ഉറങ്ങി. ഇക്ക ഉറങ്ങി, മോളുറങ്ങി, മോനുറങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.